നമ്മൾ പോണ വഴിയിൽ കുറച്ച് കാട്ടുപോത്തിനെ കാണാൻ, അതിൻ്റെ അപ്പുറത്തുണ്ട്. അത് കുറേ ഉണ്ട് കേട്ടോ. ആ സൈഡിൽ കുറേ എണ്ണം ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കുറേ എണ്ണം. നമസ്കാരം, ആയുർവേദ ജേണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മരുതമല മുരുകൻ ക്ഷേത്രം കാണുന്നതിന് വേണ്ടി പോവുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് 126 കിലോമീറ്റർ ദൂരത്താണ് മരുതമല മുരുകൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. മേട്ടുപ്പാളയത്ത് നിന്ന് വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് മരുതമല. കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. വളരെ പുരാതനമായ 12ാം നൂറ്റാണ്ടിലെങ്ങാൻ ഉണ്ടാക്കിയ ഒരു ഇതാണ്. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടൊരു യാത്ര പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് നമുക്ക് ഇതിലൂടെ കാണാം. ഇതാണ് സൈലന്റ് വാലിയിലേക്കുള്ള റോഡാണ് ഈ മുന്നിൽ കാണുന്നത്. ഈ ജംഗ്ഷൻ്റെ പേരെന്തായിരുന്നു? റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് ഇതിൻ്റെ നേരെ ഇപ്പോൾ നമ്മൾ തിരിഞ്ഞതിൻ്റെ നേരെ ബാക്കിലേക്ക് പോകുമ്പോൾ കോവൈ എന്നാണ് കാണുന്നത്. മരുതമല 3 കിലോമീറ്റർ. ഭാരതിയാർ യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ് ഇപ്പം നേരെ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ തോന്നുന്നു ഭാരതിയാർ യൂണിവേഴ്സിറ്റി. ഗോ സ്ലോ എന്നൊക്കെ. അതെ, ഇതാണ് എൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെയാണ് നമുക്ക്. യെസ്, അപ്പം ഇതാണ് ആ സ്ഥലം. അപ്പോൾ നമ്മൾ മരുതമലയിലേക്കുള്ള യാത്രയിലാണ്. നല്ല റോഡുകളാണ്, രണ്ടു വശവും നല്ല സുന്ദരമായ സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അധികം ട്രാഫിക്കൊന്നും ഇല്ലാത്ത റോഡിലൂടെ ഉള്ള യാത്ര വളരെ ഇതാണ്. അവിടെ നേരെ മുകളിൽ കാണുന്നതാണ് മരുതമല സുബ്രഹ്മണ്യ ക്ഷേത്രം. ഇവിടുന്ന് നേരെ കാണുന്നുണ്ട്. സ്റ്റെപ്പ് കയറിയും പോവാം മുകളിൽ വരെ. ഏകദേശം മുകളിൽ വശം വരെ നമുക്ക് വണ്ടിയിലും പോവാം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളങ്ങനെ വണ്ടിയിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ടോപ്പ് വരെ പോകില്ലേ? 30 രൂപ. ഈ 30 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മലയുടെ ഏകദേശം ടോപ്പ് വരെ, അതായത് ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് വരെ നമുക്ക് യാത്ര ചെയ്യാം. വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യാം. ഒരു കാടിൻ്റെ ഒരു തോന്നുന്ന രീതിയിലുള്ള യാത്രയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ വരെ ബസ് മാത്രമാക്കില്ല, അങ്ങനെ സിസ്റ്റം വരും. അതെ, ചിലപ്പോൾ മറ്റേ ഗോപാലസ്വാമിപേട്ടിൽ അങ്ങനെയായിരുന്നല്ലോ പണ്ട്, നമ്മൾ അതുവരെ പോയിരുന്നല്ലോ. പിന്നെ അവരുടെ വണ്ടിയിലുള്ള യാത്രയാക്കി. ഇനി ഇതുപോലെ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ആവും. അതെ, നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നന്നാവലാണ്. ശരിയാ കുഞ്ഞുട്ടാ. അപ്പോൾ നമ്മൾ മരുതമല ക്ഷേത്രത്തിലേക്കുള്ള ഈ സ്റ്റെപ്പുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റഷാണ് കേട്ടോ. ഈ പോകുന്ന വഴിയെല്ലാം ദൂര സ്ഥലത്തു നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ബസ് സർവീസ് ഉണ്ട്. ആ ബസ്സിൽ വരുന്ന ആൾക്കാരാണ് ഇതിൽ നല്ലൊരു ശതമാനവും. ബാക്കി ഇതുപോലെ ഭക്തരായും ടൂറിസ്റ്റുകളായും വരുന്ന ധാരാളം പേർ വേറെ ഉണ്ട്. നല്ല അടിപൊളി അമ്പലമാണ് കേട്ടോ. അവിടെ മുകളിൽ ചിത്രപ്പണികളും ഇതെല്ലാം ഉണ്ട്. വലിയൊരു സ്പേസ് ഇവിടെ ഉണ്ട്. അതിനപ്പുറത്താണ് ക്ഷേത്രം പ്രതിഷ്ഠ, അവിടെയാണ്. സോ നമ്മളിവിടെ ഇങ്ങനൊരു ഇനി ഒരുപാട് ദൂരം നമുക്ക് പോകാനുണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ വളരെ നല്ല സുന്ദരമായ സ്ഥലങ്ങളാണ്. കാടിനിടയിൽ വലിയ വലിയ പാറക്കെട്ടുകളൊക്കെ ആയിട്ട് നല്ല സ്ഥലം കേട്ടോ. ഒരു ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നല്ല തണുപ്പുണ്ട്. അങ്ങനെ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരുപാട് ഹൈറ്റിൽ ഒരു മല കാണുന്നുണ്ട്. അതിൻ്റെ താഴ്വരയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്.
നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷം. നല്ല രസമുണ്ടല്ലേ? അങ്ങോട്ടൊക്കെ ഒരു എത്ര ഹൈറ്റിലാണ്? എന്താണ് അഭിപ്രായം? അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, നമ്മുടെ അടുത്ത് തന്നെ കേരളത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നൊരു നല്ലൊരു ക്ഷേത്രം. നമുക്ക് പഴനിയിൽ വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു എന്താ പറയുക, നല്ലൊരു തണുപ്പോട് കൂടിയിട്ടുള്ള നല്ലൊരു ഉയരത്തിലുള്ള നല്ലൊരു ക്ഷേത്രം. എല്ലാവരും വരിക, പ്രാർത്ഥിക്കുക, നന്മ വരട്ടെ. ഇവിടെ നല്ലൊരു ആംബിയൻസ്, നല്ലൊരു ഇതാണ്. പുറത്തൊക്കെ നല്ല ചൂടുണ്ടായിട്ട്, ഇപ്പോൾ വെയിലിന് നല്ല ചൂടുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. നല്ലൊരു ആംബിയൻസ് ഉണ്ട്. വളരെ നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ എത്തിച്ചേർന്നാൽ തന്നെ ഇവിടെ മുകളിലെത്തിയാൽ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ഇത്. വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് ഇതുള്ളത്. ഇതുവരെ പഴനിയിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു മരുതമല ഇതുവരെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും മനസ്സിലാണ് നല്ല ഇഷ്ടംപോലെ ജനങ്ങൾ വരുന്ന നല്ല തിരക്കുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ അത്. ഇതിൻ്റെ പിറകിൽ ഇവിടെ വലിയൊരു ആൽമരം പോലെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. പിറകിൽ വലിയൊരു കുന്നാണ്. ഇതിൻ്റെ ഇപ്പുറത്താണ് മെയിൻ എൻട്രൻസ്. കണ്ടോ, നല്ല ഹൈറ്റുള്ള ഒരു ഇത്. ഇനി നമ്മൾ ഇവിടെയും കൂടെ ഒന്ന് തൊഴാൻ വേണ്ടി പോവാം. ഇവിടെ എത്തുമ്പോൾ സ്പെഷ്യൽ എൻട്രൻസ് പറഞ്ഞ് വേറൊരു ക്യൂ കൂടെ കാണുന്നുണ്ട്. ഒരാൾക്ക് 20 രൂപയാണ്. ഞങ്ങളിപ്പോൾ നോർമൽ ക്യൂവിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു മാത്രം 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സ്പെഷ്യൽ എൻട്രൻസ് ഉണ്ട്. കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കാനും വേണ്ടി. ഇവിടെ നല്ല തണുപ്പാണല്ലോ അല്ലേ? നല്ല പീസ്ഫുള്ളായിട്ടൊരു അന്തരീക്ഷമാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ നമുക്ക് അറിയാതെ മനസ്സിൽ ഭക്തി വന്നു. പിന്നെ മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരു കളഭത്തിൻ്റെ ഒരു സ്മെല്ലും പിന്നെ ഒരു മണിയടിക്കുന്ന ഒരു സൗണ്ടും എല്ലാം കൂടെ ആകുമ്പം അറിയാതെ ഒരു ഭക്തിയുടെ ഒരു മൂഡിലേക്ക് നമ്മൾ എത്തുന്നു. ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത കാർ പാർക്കിംഗ് ആണ് അവിടെ നേരെ മുന്നിൽ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നതിന് ശേഷം ഇവിടെ എത്തുമ്പോൾ വഴി രണ്ടായി പിരിയാണ്. അതിലൂടെ നമുക്ക് മുകളിലേക്ക് അതുവരെ കയറാം, ഇതിലൂടെയും കയറാം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെയിൻ ശ്രീകോവിലിലൂടെ അകത്തേക്ക് കയറാം. നമുക്ക് മെയിൻ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് നമുക്ക് ആ ഗോപുരത്തിൻ്റെ അകത്തൂടെ കയറാൻ പറ്റും. തീരെ ചൂടില്ല അല്ലേ? അങ്ങനെ നമ്മളിപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ മുകളിൽ അതിലാണ് കയറി ദർശനം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇറങ്ങി വന്ന ആ ഒരു എയർപിൻ തന്നെയാണ് അവിടെ കാണുന്നത്. ഇപ്രാവശ്യത്തെ യാത്ര നമ്മൾ അട്ടപ്പാടി വഴിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആനക്കട്ടി കഴിഞ്ഞ് കോയമ്പത്തൂർ ലക്ഷ്യമായി കുറേ യാത്ര ചെയ്തതിന് ശേഷം കോയമ്പത്തൂരിന് തൊട്ട് മുമ്പ് കണുവായി എന്ന സ്ഥലത്ത് നിന്ന് റൈറ്റിലേക്ക് തിരിയാം. അവിടെ കുറച്ച് പോയി കഴിഞ്ഞാൽ 8 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ നമ്മുടെ മരുതമല ക്ഷേത്രത്തിലെത്തി. അവിടെ നിന്നും ദർശനം എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് കണുവായിലെത്തിയതിന് ശേഷം നേരെ മേട്ടുപ്പാളയം വഴി ഊട്ടിയിലേക്ക്. അവിടെ നിന്നും തിരിച്ചുള്ള യാത്ര കുന്ത, മാഞ്ചൂർ, ഗദ്ദെ, മുള്ളി, താവളം വഴി അട്ടപ്പാടിയിലെത്തുന്നു. പിന്നെ നമ്മൾ മണ്ണാർക്കാട് വഴി തിരിച്ചു വരുന്നു. ഈ രീതിയിലാണ് നമ്മുടെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. മേട്ടുപ്പാളയത്ത് നിന്ന് കോതഗിരിയിലേക്കുള്ള വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ്. ഊട്ടിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ പോകുന്ന വഴിയിലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയതാണ്. സൂപ്പർ ചായ, നല്ല തണുപ്പുണ്ട് കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റ് ഞങ്ങൾ ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വന്ന വഴിയിൽ
ഒരു കാട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവിടെ നിന്ന് നിർത്തിയതാണ്. ഇതിൽ കുറച്ചുകൂടി കയറി വന്നപ്പോൾ ഇവിടെ ഒരുപാട് കൃഷിത്തോട്ടങ്ങൾ കണ്ടു. ക്യാരറ്റാണ് ഇവിടെ കാണുന്നത്, അത് വെള്ളുള്ളിയാണ്. ഇവിടെ എത്ര നിങ്ങൾക്ക് എത്ര കിട്ടുക കിലോയ്ക്ക്? ഇവിടെ ആക്ഷൻ റേറ്റ് എവിടെ പോകുന്നത് அந்த அளவுக்கு ഒരുപാട് ബൈക്കേഴ്സ്. സൂപ്പർ വ്യൂ അല്ലേ?